Hey guys, what's up? So a very good afternoon, Joan and all. നമ്മൾ ഇന്ന് PSCയുടെ ബാക്കി LG സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ച വർഷം. ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ച വർഷം. നമുക്കറിയാം നമ്മുടെ ഒരു നൂറ്റാണ്ടിൽ ഏറെ വർഷം നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. സോ കോളനി ഭരണമായിരുന്നു. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? കോളനി ഭരണമൊക്കെ മാറി നമുക്ക് സ്വതന്ത്രരായി ജീവിക്കാൻ കഴിഞ്ഞു. സ്വതന്ത്ര രാഷ്ട്രത്തിന് കീഴിൽ നമ്മൾ വരികയും ചെയ്തു. സോ ഇന്ത്യയിലെ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ച വർഷം ചോദിച്ചാൽ 1961 ആണ്. 1961 ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിക്കുന്നത്. ഇനി പ്രോജക്റ്റ് എലിഫന്റ്, പ്രോജക്റ്റ് ടൈഗർ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോജക്റ്റ് എലിഫന്റ് ഇത് ആരംഭിച്ച വർഷം, ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1991-92. 1991-92 പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത്. ഇന്ത്യയിൽ ടാങ്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ടാങ്ക്. സോ ഡിഫൻസ് മേഖലയിൽ നമുക്കറിയാം ടാങ്ക് ഉൽപാദനം അവിടെയാണ്. സോ ഇന്ത്യയിൽ ടാങ്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ആവടി എന്ന സ്ഥലത്താണ്. ആവടി എവിടെയാണ്? ആവടി തമിഴ്നാട് സ്റ്റേറ്റിലാണ്. സോ ഇന്ത്യയിൽ ടാങ്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആവടി. ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം അത് മസൂറിയിലാണ്. ലബാസ്ന, ദാറ്റ് ഈസ് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ മസൂറിയിലാണ് IAS ഉദ്യോഗസ്ഥർക്ക്, IPS ഉദ്യോഗസ്ഥർക്ക്, അതുപോലെ IFS ഉദ്യോഗസ്ഥർക്കൊക്കെ എന്താണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം 1997. വേറൊരു കാര്യമുണ്ട്. ഇവിടെ മസൂറി നമ്മുടെ ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡിലാണ് മസൂറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ഹിൽ സ്റ്റേഷൻ ആണ് നമ്മുടെ ലബാസ്ന അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം 1977. അപ്പോൾ 1977 ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറുന്നത്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതലായിട്ട് വിളഞ്ഞ ധാന്യം ചോദിച്ചാൽ അത് ഗോതമ്പാണ്. സോ നെല്ല് എന്നൊന്നും ആൻസർ എഴുതി വെക്കരുത്. ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ, ഗ്രീൻ റവല്യൂഷനിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി തന്ന കാർഷിക വിള. ഈ സ്പീഡ് പോസ്റ്റ്, ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. അപ്പോൾ 1986 ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് നിലവിൽ വരുന്നത്. ഓക്കെ, സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1986 ആണ്. നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അത് നടപ്പിലാക്കുന്നത് ആക്ട് വരുന്ന വർഷവും 1986 ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്ന വർഷവും 1986 തന്നെയാണ്. ഇവിടെ എന്താണ്? ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷമാണ് 1986. ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ സിഖുകാരൻ. ക്യാബിനറ്റ് മന്ത്രിയായ ഇന്ത്യയിലെ ആദ്യത്തെ സിഖുകാരൻ ചോദിച്ചാൽ ആൻസർ സർദാർ ബൽദേവ് സിംഗ്. അപ്പോൾ സർദാർ ബൽദേവ് സിംഗ് ആണ് ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യത്തെ സിഖുകാരൻ. ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ആരാണ്? BIS അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം BIS ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് നിർണ്ണയിക്കുന്നത്. നമുക്കറിയാം നമ്മൾ കുടിവെള്ളം ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ കിണറുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് എങ്കിലും കൂടുതൽ അർബൻ ഏരിയാസിൽ നമ്മൾ കുടിവെള്ള പൈപ്പുകൾ പിന്നെ വേറെ എന്തുവാണ് നമ്മൾ കുടിവെള്ള ടാങ്കുകളൊക്കെ അതുവഴിയൊക്കെയാണ് ജനങ്ങൾക്ക് ജലം ലഭ്യമാകുന്നത്. ഓക്കെ, അതായത് സിറ്റി ഏരിയസിലൊക്കെ നമുക്ക് കിണറുകളും ബോർവെൽസൊന്നും അങ്ങനെ ജനങ്ങൾക്ക് ആക്സസ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. സോ അവരെന്ത് ചെയ്യും? ഈ കുടിവെള്ളം എത്തിക്കുന്ന ആളുകൾ ഈ ചിലപ്പോൾ മലിനമായിട്ടുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ജലമെടുത്ത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ ഒരുപാട് കേസുകൾ നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സോ ദാറ്റ്സ് വൈ there is a institution there, Bureau of Indian Standards. ഇന്ത്യയിൽ കീഴാള വർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആര്? കീഴാള വർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രണജിത് ഗുഹ. അപ്പോൾ രണജിത് ഗുഹയാണ് ഇന്ത്യയിലെ കീഴാള വർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. രണജിത് ഗുഹ.
ദെൻ ഒരു സ്കീമാണ് ലേ കർബൂസിയെ യോജന നിർമ്മാണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനം ചണ്ഡീഗഡ്. ലേ കർബൂസിയെ യോജന നിർമ്മാണം. ലേ കർബൂസിയെ ഈ ലേ കർബൂസിയ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഏരിയ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയയായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. അതായത് നമ്മളെ ആർക്കിടെക്ചർ. ഓക്കെ, സോ ലേ കർബൂസിയെ യോജന നിർമ്മാണം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആൻസർ ചണ്ഡീഗഡ്. സോ ചണ്ഡീഗഡിന്റെ പ്രത്യേകത എന്തുവാണ്? ചണ്ഡീഗഡ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബിന്റെ ഹരിയാനയുടെയും കോമൺ ക്യാപിറ്റൽ ആണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടി. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടി DMK. ഓക്കെ, DMK പാർട്ടിയാണ്. ഇവിടെ ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ തമിഴ്നാട്ടിലാണ് DMK പാർട്ടി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് ആരാണ്? വനമഹോത്സവം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് KM മുൻഷിയാണ്. ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ചത്? സെല്ലുലാർ ഫോൺ സർവീസ് ഇന്ത്യയിൽ കൊൽക്കത്ത നഗരത്തിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. കൊൽക്കത്ത നഗരത്തിലാണ് സെല്ലുലാർ ഫോൺ സർവീസ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്ന സെക്ടർ നമ്മുടെ താപനിലയങ്ങൾ, തെർമൽ പവർ പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കൽക്കരി കത്തിച്ചിട്ടാണല്ലോ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ കോളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ താപനിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഖനനം ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. ഇപ്പോൾ സാധാരണ എല്ലാവരും വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് നേരെ പ്രസിഡന്റ് ആവുന്നത്. ബട്ട് ഇവിടെ വൈസ് പ്രസിഡന്റ് ആകാതെ നേരിട്ട് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. സോ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. എന്ത് പുഴ? ഷിയോനാഥ് പുഴ. ഷിയോനാഥ് പുഴ ഛത്തീസ്ഗഡ്. ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സുഭഗ് സിംഗ്. രാം സുഭഗ് സിംഗ് ആണ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്. രാം സുഭഗ് സിംഗ്. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ. ദക്ഷിണ കാനറ നമ്മുടെ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കാനറ, സൗത്ത് കാനറ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദാറ്റ് ഈസ് ദക്ഷിണ കാനറ. അപ്പൊ കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ദക്ഷിണ കാനറ ഓർ സൗത്ത് കാനറ. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം, നാഷണൽ സയൻസ് ഡേ, ഫെബ്രുവരി 28. ഇങ്ങനെ ഈ ദിവസം ആചരിക്കാൻ കാരണം എന്തുവാണ്? രാമൻ ഇഫക്റ്റ് CV രാമൻ കണ്ടുപിടിച്ച തീയതിയാണ്. രാമൻ ഇഫക്റ്റ് CV രാമൻ. സോ നമുക്കറിയാം CV രാമൻ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി ഫിസിക്സിൽ. സോ ഫെബ്രുവരി 28 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഫെബ്രുവരി 8 അദ്ദേഹം ഈ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ആ ഒരു ദിവസം ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. Then ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ റിലേറ്റഡ് വിത്ത് നമ്മുടെ ഹോമി ജെ ബാബ. അത് സ്ഥാപിതമായ വർഷം 1948 അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. 1948. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. സോ അറ്റോമിക് എനർജി കമ്മീഷൻ 1948 വരുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം പുതുച്ചേരി. പുതുച്ചേരിയുടെ പഴയ പേര് പോണ്ടിച്ചേരി എന്നായിരുന്നു. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്, യൂണിയൻ ടെറിട്ടറിയാണ്.
ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്ന പ്രദേശം ചോദിച്ചാൽ പുതുച്ചേരി. പുതുച്ചേരിയിലാണ് ഫ്രഞ്ച് സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം 1972. നമുക്കറിയാം നമ്മൾ അഡ്രസ്സ് വയ്ക്കുന്ന നേരത്തെ ഓരോ പിൻകോഡുകൾ വയ്ക്കാറുണ്ട്. സോ ഇത്തരത്തിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷമാണ് 1972. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം. എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷമാണ് 1959. 1959 ഇന്ത്യയില് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ ചോദിക്കുകയാണെങ്കിൽ INS ഷൽക്കിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ. INS ഷൽക്കി. സോ വാട്ട് ഈസ് ദ നെയിം? INS ഷൽക്കിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ. മുങ്ങിക്കപ്പൽ മീൻസ് സബ്മറൈൻ. ഓക്കെ. ദെൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയും. നിലവിൽ വന്നത് 2010 ഒക്ടോബർ. സോ ഹരിത ട്രൈബ്യൂണൽ 2010 ഒക്ടോബറിലാണ് നിലവിൽ വരുന്നത്. 2010 ഒക്ടോബറിലാണ് ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത. സോ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ഝാൻസി റാണി. ഓക്കെ. നമ്മുടെ അൽഫോൻസാമ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വനിതയാണ്. അതുപോലെ രണ്ടാമത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് ഝാൻസി റാണിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശി, ദാറ്റ് ഈസ് ഹെൻറി ഡുനാന്റ്. അപ്പൊ ഹെൻറി ഡുനാന്റ് ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശി. ബട്ട് ആദ്യത്തെ വിദേശി വനിത ചോദിച്ചാൽ ആനി ബെസന്റ്. സോ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശി ചോദിച്ചാൽ ഹെൻറി ഡുനാന്റും ആദ്യ വിദേശി വനിത ചോദിച്ചാൽ ആനി ബെസന്റും. ഇനി ഈ തപാൽ സ്റ്റാമ്പുകളൊക്കെ എവിടെയാണ് അച്ചടിക്കുന്നത്, പ്രിന്റ് ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത്. ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂറത്താണ്. ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സൂറത്തിലാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം. ഇന്ത്യൻ പോലീസ് സർവീസ്. IPS ഉദ്യോഗസ്ഥർ അല്ലേ? IPS ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം ഹൈദരാബാദ്. സോ ഹൈദരാബാദിലാണ് IPS നമ്മുടെ ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി C. സുബ്രഹ്മണ്യം. സോ C. സുബ്രഹ്മണ്യമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ ഫാമിലി പ്ലാനിങ്ങിന്റെ പിതാവ് ചോദിച്ചാൽ R.D. കാർവേ. സോ R.D. കാർവേയാണ് ഇന്ത്യൻ കുടുംബാസൂത്രണം, ഇന്ത്യൻ ഫാമിലി പ്ലാനിങ്ങിന്റെ പിതാവ് R.D. കാർവേ. ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം. ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം 1957. അതിനു മുൻപ് എന്തോ ദശാംശ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കംപ്ലീറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ 1957 ദശാംശ സംവിധാനത്തിലേക്ക് ഇന്ത്യൻ കറൻസി മാറുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം. ഇന്ത്യൻ എയർഫോഴ്സ് 3 ഡിഫൻസ് മേഖലകളില്ലേ? നമ്മുടെ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. സോ ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനമാണ് MiG-29. ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു ടൈമാണ് MiG-29. സോ ശ്രദ്ധിക്കുക, ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനമാണ് MiG-29. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എവിടെയാണ്? ഡെറാഡൂണിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം. അടുത്ത ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ, ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ഹോമി ജെ ഭാഭ. ഹോമി ജഹാംഗീർ ഭാഭയാണ്. ഹോമി ജെ ഭാഭ ഇന്ത്യൻ ആണവോർജ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ഹോമി ജെ ഭാഭ. ഇന്ത്യൻ യൂണിയനിൽ ഏറ്റവും ഒടുവിൽ ലയിച്ച മൂന്ന് നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പാർട്ടീഷൻ നടന്ന സമയത്ത് 3 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ പാകിസ്ഥാനിൽ ലയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുക. സോ ചില നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ. അവയിൽ ഏറ്റവും അവസാനം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹൈദരാബാദ്, ജുനഗഡ് ആൻഡ് കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ് ആൻഡ് കാശ്മീർ ആണ് ഇന്ത്യൻ യൂണിയനിൽ ഏറ്റവും ഒടുവിൽ ലയിച്ച 3 നാട്ടുരാജ്യങ്ങൾ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യയും APJ ആണ്. APJയുടെ ഫുൾ ഫോം എന്താണ്? അബുൽ പക്കീർ ജൈനുലബ്ദീൻ അല്ലെ? അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം. That is APJ Abdul Kalam. Then Indian Military Academy Museum, Dehradun. Indian Military Academy Museum. Military Academy, Dehradun. Military, Dehradun. Indian Military Academy Museum ആണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി മ്യൂസിയം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ വ്യക്തി. ഇതൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനമന്ത്രിയായ ശേഷം എന്തായി? പ്രതിപക്ഷ നേതാവായി. സോ അത് നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായി മാറുന്നത്. സോ നമുക്കറിയാം, ഇലക്ഷൻസ് ഓരോ 5 വർഷം കഴിയുന്നതോറും മറിയും. നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യാനുള്ള ചുമതല ആർക്കാണ്? ജനങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ പ്രോസസ് ഓഫ് ഗവൺമെന്റിൽ നമ്മുടെ ജനങ്ങൾക്ക് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. ദാറ്റ്സ് വൈ നമ്മുടെ ഭരണം മാറാൻ, അതായത് ഗവൺമെന്റ് അടിക്കടി മാറാനുള്ള കാരണം അതാണ്, ജനങ്ങളുടെ തീരുമാനമാണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പാർലമെന്റ് സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം 2002 സോ 2002 ഇന്ത്യൻ പാർലമെന്റ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ജോൺ റിച്ചാർഡ് സൺ. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ജോൺ റിച്ചാർഡ് സൺ. നമ്മൾ ഇന്ത്യൻ പാർലമെന്റിനെ കേൾക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വരും. ഏതാണ്? നമ്മുടെ 50 രൂപ നോട്ടില് അച്ചടിച്ചിരിക്കുന്ന ചിത്രം. ഞാൻ അന്ന് പറയുണ്ടായി, ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോവാൻ 50 രൂപ വണ്ടിക്ക് കൊടുത്ത് പോവേണ്ടി വരും. ആ ഒരു കോഡ് പറഞ്ഞില്ലേ? അതാണ്. ഇപ്പൊ 50 രൂപ നോട്ടിൽ ഏതിന്റെ ചിത്രമാണുള്ളത്? ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രമാണുള്ളത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ജോൺ റിച്ചാർഡ് സൺ. ഇന്ത്യൻ പാർലമെന്റിൽ 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ധനമന്ത്രി. ഇന്ത്യൻ പാർലമെന്റിൽ എത്ര തവണ? 10 തവണ. 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ധനമന്ത്രി നമ്മുടെ മൊറാർജി ദേശായിയാണ്. ദേശായിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച ധനമന്ത്രി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. അപ്പോൾ 1984 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. 1984 നമ്മുടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 ആണ് എന്നൊക്കെ ഓർമ്മിക്കുക. വോട്ടുകളുടെ എണ്ണം സീറ്റുകളുടെ എണ്ണം 542 സീറ്റിൽ 415 സീറ്റ് നേടി. ഔട്ട് ഓഫ്
542 415 സീറ്റ്സ്. ഓക്കെ, അതായത് പകുതിയിൽ കൂടുതൽ സീറ്റും, മുക്കാൽ ഭാഗത്തോളം സീറ്റും നമ്മുടെ കോൺഗ്രസ് ആണ് നേടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച നേതാവാണ് സോണിയാഗാന്ധി. സോ കോൺഗ്രസിൽ അധ്യക്ഷ പദവിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുമ്പോൾ അത് മിക്കതിന്റെ ആൻസർ സോണിയാഗാന്ധിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയാണ് സോണിയാഗാന്ധി. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയും ആരാണ്? സോണിയാഗാന്ധിയാണ്. ഒരുപാട് പ്രാവശ്യം അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്? സോഷ്യലിസത്തിൽ അടിസ്ഥാനമായ വ്യവസ്ഥ തീരുമാനിച്ചത് ആവടി സമ്മേളനത്തിലാണ്. സോ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനം? ആവടി സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിക്കുന്നത്. ഏതിലാണ്? സോഷ്യലിസത്തിൽ. ഇന്ത്യൻ നാവിക സേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സോ നാവികസേന ന്യൂഡൽഹി എന്ന് ഓർത്തിരിക്കുക. നാവികസേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. നാവികസേന, ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ നേവി. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് അന്റാർട്ടിക്കയിലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് ഇന്ത്യക്കകത്ത് വയ്ക്കാൻ പറ്റും. ബട്ട് ഒരേ ഒരു സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടു. അതെവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട് INS വിഭൂതി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട് ചോദിച്ചാൽ എന്താണ് ആൻസർ? INS വിഭൂതി. മിസൈൽ ബോട്ടാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഇൻസാറ്റ് 2A. എന്താണ്? ഇൻസാറ്റ് 2A ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി, എന്തിന്റെ സുവർണ ജൂബിലി? സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് KR നാരായണൻ. നമ്മുടെ മലയാളിയായിരുന്ന KR നാരായണൻ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് VV ഗിരി. അപ്പോൾ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ KR നാരായണനും രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ VV ഗിരിയുമായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. പിന്നെ നമ്മുടെ ഇന്ത്യ എഡ്യൂസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. സോ നമ്മുടെ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി ചോദിച്ചിട്ടുണ്ട്. 2004 സെപ്റ്റംബർ 20. എഡ്യൂസാറ്റ് വിക്ഷേപിക്കുന്നത് എന്നാണ്? 2004 സെപ്റ്റംബർ 20. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം. ഇന്ത്യ റിപ്പബ്ലിക് ആയതാണ് 1950 ജനുവരി 26 1950. ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം നടത്തിയത് 1998 May 11-13. സോ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ശക്തി. ഇന്ത്യ രണ്ടാമത്തെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അണുവിസ്ഫോടനം നടത്തുന്നത് ഏത് ഡേറ്റിലാണ്? 1998 മെയ് 11, 13 തീയതികളിലാണ് നടത്തുന്നത്. ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ അണുവിസ്ഫോടനം അറിയപ്പെടുന്നത്. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്താണ്. എവിടെ? തുമ്പയിലാണ്. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലമാണ് തുമ്പ. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട എന്നായിരുന്നു. 1975 അല്ലേ?
യെസ്, ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം പൊഖ്രാനാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ് പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത്. അതെന്നായിരുന്നു ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തിയത്? സോ നമുക്കറിയാം ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് 1974 ഇത് സെയിം നമ്മുടെ പൊഖ്രാനിലാണ്. സ്മൈലിംഗ് ബുദ്ധൻ ചിരിക്കുന്നു, അങ്ങനെയാണ് അതിന്റെ പേര്, ടെസ്റ്റിന്റെ പേര്. സോ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയ സ്ഥലമാണ് പൊഖ്രാൻ. ഇന്ത്യ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് തീയതി 1975 നേരത്തെ പറഞ്ഞു. മാസവും തീയതി ഓർമ്മിക്കുക, ഏപ്രിൽ 19 കൂടി. അപ്പോ നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ടൊരു കൃത്രിമ ഉപഗ്രഹം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. അതിന്റെ പേര് ആര്യഭട്ട എന്നാണ്. 1975 അറിയാം, ഏപ്രിൽ 19 കൂടിയാണെന്ന് കൂടി ഓർമ്മിക്കുക. 1975 ഏപ്രിൽ 19. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങള് നമ്മുടെ അന്റാർട്ടിക്കയിലോട്ടും ആർട്ടിക്കിലോട്ടുമൊക്കെ പര്യടനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് എക്സ്പെഡിഷൻസ് എന്ന് പറയും നമ്മുടെ ഇന്ത്യയിൽ നടത്തി. സോറി, 1 മിനിറ്റ്. ഇന്ത്യ ആദ്യമായിട്ട് അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്, 1982. അപ്പോൾ 1982 നമ്മുടെ ഇന്ത്യ അന്റാർട്ടിക്കയിലേക്ക് എന്ത് നടത്തുന്നത്? ഒരു എക്സ്പെഡിഷൻ, ഒരു പര്യടനം നടത്തുന്നത് 1982. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. എന്നാണ്? 1859 1959 സോറി ഫോർ ദാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. then ഏത് വർഷമാണ്? 1959. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 1959 ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുന്നത്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമുക്കറിയാം 1951-52 കാലയളവിലാണ് ആദ്യത്തെ ഒരു ജനറൽ ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. സോ ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്നാണ് നടന്നത്? 1952 നടന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ടോട്ടൽ എത്ര 5 ഇയർ പ്ലാൻസ് ഉണ്ട്? 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. ബട്ട് ഇപ്പോ പഞ്ചവത്സര പദ്ധതി എന്നൊരു പേരില്ല, അതിനു പകരം നീതി ആയോഗ് ആണ് നിലവിലുള്ളത്. നമ്മുടെ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഒന്ന് ഓർത്തിരിക്കുക. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന്റെ യഥാർത്ഥ രൂപം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം സാരനാഥ് എന്ന് പറയും. സാരാനാഥ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? അശോക സ്തംഭമാണ് അല്ലെ? ദേശീയ ചിഹ്നത്തിന്റെ യഥാർത്ഥ രൂപം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ് സാരാനാഥ്. യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിന്റെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. സോ യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് APJ അബ്ദുൽ കലാമാണ്. UGC രൂപവൽക്കരിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. നമ്മുടെ UGC രൂപീകരിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം
ആസാദാണ് ആൻസർ. ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ചണ്ഡീഗഡ് ആൻഡ് ഗാന്ധിനഗർ. ഗാന്ധിനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ചണ്ഡീഗഡ് നമ്മുടെ പഞ്ചാബിന്റെ ഹരിയാനയുടെ ക്യാപിറ്റലാണ്. സോ ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സോ ഗുജറാത്തിലെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ. മൈ ട്രൂത്ത് രചിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. സോ എന്റെ സത്യം, മൈ ട്രൂത്ത് എന്ന രചന രചിച്ചത് ഇന്ദിരാഗാന്ധിയാണ് മൈ ട്രൂത്ത് രചിച്ചത്. ആര്യഭട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം? സോ ആര്യഭട്ട വിക്ഷേപിച്ചത് നമ്മൾ ഇന്ത്യക്കാരാണ്. 1975 സോ ആര്യഭട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ചോദിച്ചാൽ ആരാണ്? മുൻ സോവിയറ്റ് യൂണിയൻ, USSR അല്ലെ, മുൻ സോവിയറ്റ് യൂണിയൻ. ഇപ്പോഴെന്താണ്? റഷ്യ എന്ന പേരാണ് അറിയപ്പെടുന്നത്. റഷ്യയാണ്. ആര്യഭട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ചോദിച്ചാൽ മുൻ സോവിയറ്റ് യൂണിയൻ ആണ്. ആരുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിച്ചു പോരുന്നത്? ചരൺ സിംഗ്. കർഷക ദിനം, കർഷകൻ ചരൾ എന്നോർത്താലും മതി. ചരൾ കർഷകന്റെ ബന്ധപ്പെട്ടതല്ലേ? ചരൺ സിംഗ്. ആരുടെ ജന്മദിനം കർഷക ദിനമായി ആചരിച്ചു പോരുന്നു? ചരൺ സിംഗിന്റെ. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ. ആരുടെ ബഹുമാനാർത്ഥമാണ് ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്? APJ അബ്ദുൽ കലാമിന്റെ ബഹുമാനാർത്ഥമാണ്. സോ APJ അബ്ദുൽ കലാമിന്റെ ബഹുമാനാർത്ഥമാണ് ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. ആർമി സോൺ ഉൾപ്പെടെ ഇന്ത്യയിലെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ടോട്ടൽ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9 ആണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ 1962 ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. 1975-77 ആ ഒരു സമയത്തും പ്രഖ്യാപിച്ചു. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ചോദിച്ചാൽ ആൻസർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആന്ധ്രാപ്രദേശിന്റെ മുൻ തലസ്ഥാനം കുർണൂൽ. അപ്പോൾ നമ്മൾ അമരാവതി, ഹൈദരാബാദ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ പഴയ തലസ്ഥാനം ഏതായിരുന്നു? കുർണൂൽ ആയിരുന്നു. ഇനി ആന്ധ്രാപ്രദേശ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത്. ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തി. ഏകദേശം 52 ദിവസം സമരം നടത്തി മരണം വരിച്ച വ്യക്തിയാണ് പോച്ചി ശ്രീരാമലു. അപ്പോ ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു? നിരാഹാര സമരം നടത്തിയത്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി പ്രകാശം. സോ ആന്ധ്ര സംസ്ഥാനം. സോ ആദ്യം നമ്മൾ ആന്ധ്രാപ്രദേശ് എന്നല്ലായിരുന്നു സ്റ്റേറ്റിന്റെ പേര്. ഫസ്റ്റ് ആന്ധ്ര എന്നായിരുന്നു, പിന്നീടാണ് ആന്ധ്രാപ്രദേശ് എന്നാക്കി മാറ്റിയത്. സോ ആന്ധ്ര സംസ്ഥാനത്തിന് ആദ്യ മുഖ്യമന്ത്രി ചോദിച്ചാൽ ടി പ്രകാശം. ആനകളുടെ സംരക്ഷണാർത്ഥം പ്രോജക്ട് എലിഫന്റ് എന്നായിരുന്നു 1992 ആധുനിക ഭാരതത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഭാരതത്തിന്റെ ശില്പി. That is architecture of modern India. That is Jawaharlal Nehru. മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം? വനിതാ സർവകലാശാല അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊടൈക്കനാൽ. സോറി ഫോർ ദാറ്റ്. കൊടൈക്കനാലാണ് മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം. Then ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നമുക്കറിയാം നമ്മുടെ മദർ തെരേസ ഏറ്റവും കൂടുതൽ സോഷ്യൽ വർക്കിൽ ഏർപ്പെട്ടിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് അല്ലേ. സോ മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നതും നമ്മുടെ കൊൽക്കത്തയിൽ തന്നെയാണ്. So thank you guys for your kind listening. So have a nice day again. So see you again. Bye.